പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനത്തെ നേരുകയാണ്. കർത്താവ് ഒരുക്കിയ നല്ല വഴികൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങൾ കേൾക്കുന്ന ഈ വാട്സാപ്പ് സന്ദേശവും അതുപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കൂടി ഒക്കെ ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വേദഭാഗങ്ങളിൽ ദൈവം എന്താണ് ശിഷ്യന്മാരുടെ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് തൻ്റെ ഹൃദയം തുറന്ന് വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് തുടങ്ങി അതിൻ്റെ ഒടുവിലത്തെ വാക്യമായ അല്ലെങ്കിൽ ഒരുത്തരോട് പറ്റിച്ചേരും മറ്റൊരു നിരസിക്കും, നിങ്ങൾ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല എന്ന് ഈ വേദഭാഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ താല്പര്യം എന്താണെന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ അത് നിവർത്തീകരിക്കേണ്ടത് ശിഷ്യന്മാരുടെ ദൗത്യമാണ്. ഒന്ന്, ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണെങ്കിൽ അതൊരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ഇവിടെ നമുക്ക് ദർശിപ്പാൻ കഴിയും. ഭൂമിയിലെ നിക്ഷേപങ്ങൾ വളരെ വേഗം മങ്ങിപ്പോകും, എന്നാൽ സ്വർഗീയ നിക്ഷേപങ്ങൾ നിത്യമായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ താൽക്കാലികമായ നിക്ഷേപങ്ങളും നിത്യമായ നിക്ഷേപങ്ങളുമുണ്ട്. നിത്യമായ നിക്ഷേപത്തിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് ദൈവം ഇവിടെ പറയുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് തന്നെക്കുറിച്ചുള്ള നിക്ഷേപത്തെക്കുറിച്ചല്ല. എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ ശിഷ്യന്മാർ അവർക്ക് വേണ്ടി സമാഹരിച്ചിട്ടുള്ള സമ്പാദ്യങ്ങളെക്കുറിച്ച് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടുത്തെ പരാമർശം. എത്ര മഹത്തായ ഒരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നാം യേശുവിനെ അനുഗമിക്കുമ്പോൾ നാശം സംഭവിക്കാതെ സ്വർഗീയ സമ്പാദ്യങ്ങളാണ് നേടിയെടുക്കേണ്ടത് എന്ന് ഇവിടെ കാണുകയാണ്. അഥവാ നമുക്ക് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. ഒരു നാളിൽ അവയെ നമുക്ക് സ്വന്തമായി അനുഭവിക്കാൻ കഴിയും. നിശ്ചയമായും ക്രിസ്തീയ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന അസാധാരണ കാര്യങ്ങൾ തന്നെയാണ് ഈ നിക്ഷേപങ്ങളിൽ വിരച്ചുണ്ടുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുകയും യേശുവിൻ്റെ പീഡനാനുഭവങ്ങളുടെ ഫലമായി നമുക്ക് ലഭിച്ച സത്ഫലങ്ങളാണ് സ്വർഗീയ നിക്ഷേപങ്ങൾ എന്ന് നമുക്ക് അവിടുന്ന് ദർശിപ്പാൻ കഴിയും. നമ്മുടെ ഹൃദയങ്ങൾ സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതെന്ന് പറയുന്നത്. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിൽ നാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുവാൻ ദൈവത്തെയും മാമോനെയും അർഹമായ വിധത്തിൽ സേവിക്കണം എന്ന ശക്തമായ പ്രലോഭനത്തിന് നാം വശംവദരായി തീർന്നേക്കാം ഒരുപക്ഷെ. എന്നാൽ ദൈവമക്കളായി തീർന്നതുകൊണ്ട് ഈ ലോകത്തിൽ സന്തോഷമുള്ള മക്കളായി നമുക്ക് ജീവിച്ചുകൂടാ എന്നുണ്ടോ? കാര്യം എന്തായാലും നാം ദൈവത്തിൻ്റെ നല്ല ദാനങ്ങളിൽ സന്തോഷിക്കുകയും നമ്മുടെ സമ്പാദ്യങ്ങളെ ദൈവാനുഗ്രഹങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്നില്ലേ? ഇത് സാധ്യമല്ല. കാരണം ദൈവത്തെയും അവനോടൊപ്പം ലോകത്തെയും അതിൻ്റെ സമ്പാദ്യങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോവുക സാധ്യമല്ല എന്നുള്ളത് തന്നെ. ലോകവും അതിൻ്റെ സമ്പാദ്യവും നമ്മുടെ ഹൃദയങ്ങളെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ ശേഷം മാത്രമേ അവ തനി സ്വരൂപത്തിൽ അത് വെളിപ്പെടുകയുള്ളൂ. അവയുടെ നിലനിൽപ്പിൻ്റെ രഹസ്യം ഇതാണ്: ദൈവബന്ധത്തിന് അവ വിഘാതം സൃഷ്ടിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ പരമപ്രധാനമായി ഒന്നിനോട് കൂടുപുലർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. കർത്താവിനോട് മാത്രമേ നമുക്ക് പറ്റിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ആ വിധേയത്തെ ഇല്ലായ്മ ചെയ്തത് എന്തിനേയും നാം വെറുക്കണമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഒന്നുകിൽ നാം ദൈവത്തെ സ്നേഹിക്കും, അല്ലെങ്കിൽ നാം വെറുക്കും. ഇതിനിടയിൽ മറ്റൊരു നിലപാടില്ല. ഒന്നുകിൽ നാം ദൈവത്തെ സ്നേഹിക്കും, അല്ല എങ്കിൽ ലോകത്തെ സ്നേഹിക്കും, ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളെ സ്നേഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തെ സ്നേഹിച്ച്
ദൈവത്തെ ആരാധിച്ച് സ്വർഗീയ സമ്പാദ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രാധാന്യമായ ലക്ഷ്യമെന്ന് ശിഷ്യന്മാരോട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ഭൗതിക സമ്പാദ്യങ്ങളെ വെറുക്കുമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ലോകത്തെ സ്നേഹിക്കുന്ന പക്ഷം ദൈവത്തെ വെറുക്കും. അപ്പം ഏതെങ്കിലും ഒന്നേ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നും ഇവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ സ്നേഹം മനഃപൂർവ്വമായിട്ടോ ബോധപൂർവമായതോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഇവിടെ അസ്ഥാനത്തായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഇന്ന് പകലിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൻ്റെ ആ വലിയ ഹൃദയത്തെ നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സേവിക്കുന്നവരായി നിലനിൽക്കണം. നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിക്കുക. ഭൗതികമായ നിക്ഷേപങ്ങൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ ഹൃദയം ചാഞ്ഞു പോകാതെ എത്രത്തോളം ദൈവം അനുഗ്രഹിക്കുന്നുവോ അത്രത്തോളം നാം വിനയമുള്ളവരായും സൗമ്യതയുള്ളവരായും നാം ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവരായും ഫലം കായ്ക്കുന്നവരുമായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. അതിൻ്റെ നടുവിൽ ദൈവവചനത്തിന് പ്രാധാന്യത കൊടുത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിനും നാം പ്രാധാന്യത കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ധന്യമാക്കി മാറ്റുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. മാറാനാഥ.